പുളിശ്ശേരി വറവായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നല്ല രസമുണ്ട് കാണാൻ. ഇതിൽ നമ്മൾ എന്താണെന്ന് വിചാരിച്ച റെസിപ്പി ഞാൻ പറഞ്ഞുതരാം. ആദ്യം നമ്മൾ ജസ്റ്റ് മാങ്ങ ഇങ്ങനെ വെള്ളത്തിൽ ഇട്ടിട്ട് ജസ്റ്റ് ഇങ്ങനെ വേവിക്കുന്ന പോലെ വെക്കുക. എന്നിട്ട് ഒരു പിടിയോളം ആവശ്യത്തിനുള്ള തേങ്ങ ഒരു മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് നല്ല കട്ട തൈരല്ല, കുറച്ചിങ്ങനെ ലൂസായിട്ടുള്ള ഒരു മിക്സ് ചെയ്യാൻ പറ്റുന്ന ഒരു പരുവത്തിലുള്ള ഇത്ര ഒരു കട്ടിയുള്ളൊരു തൈര് അതിലേക്ക് ഒഴിക്കുക. എന്നിട്ട് അതിൽ മഞ്ഞൾപ്പൊടിയും ഇച്ചിരി മുളക് പൊടിയും ഇട്ടിട്ട് നന്നായിട്ട് ഇങ്ങനെ വെണ്ണ പോലെ അരച്ചെടുക്കണം. തൈരും ഇതെല്ലാം കൂടെ. എന്നിട്ട് ഈ നമ്മുടെ മാങ്ങ ഇങ്ങനെ വെള്ളം ഒഴിച്ച് വെച്ച മാങ്ങയിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് ഇങ്ങനെ അതിലേക്ക് തന്നെ ആ ജാറിൽ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇങ്ങനെ ഒഴിച്ചിട്ട് ആവശ്യത്തിനുള്ള ചാറാക്കിയിട്ട് ഇങ്ങനെ ഒഴിച്ച് കൊടുക്കുക. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. പിന്നെ വറവ് ആക്കാനായിട്ട് ചീനച്ചട്ടിയിലേക്ക് നെയ്യ് തന്നെ വറവാക്കണം. നെയ്യിലേക്ക് കുറച്ച് കരിവേപ്പില, അതേപോലെ തന്നെ ഉലുവ, കടുക് പൊട്ടിച്ചിട്ട് അതും കൂടി ഇതിലേക്ക് ഇടണം. അതാണ് വറവായിട്ട് ചെയ്യുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല സിമ്പിൾ മാങ്ങ റെഡി. ആൻറ്റി തന്ന കരിവേപ്പില തന്നെയാണ് നമ്മളിതിന് യൂസ് ചെയ്യുന്നത്. ആൻറ്റി യൂട്യൂബ് ചാനൽ നോക്കട്ടെ, നമ്മൾ റെസിപ്പി മൊത്തമായിട്ട് എടുത്തിട്ടില്ല, അതുകൊണ്ട്. ഓക്കെ, നെയ്യിൽ തന്നെ കടുകിടുക. നെയ്യിൽ തന്നെ ഇത് വറക്കണം കേട്ടോ, വറവാക്കണം, എന്നാലാണ് ആ ഒരു രുചി. ഓക്കെ, നെയ്യിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുക. അപ്പോഴത്തേക്കും നമ്മുടെ മാങ്ങ പുളിശ്ശേരി ഇവിടെ കുറച്ച് വറ്റി വരുന്ന നല്ലൊരു ഇതായിട്ട് വന്നിട്ടുണ്ട്. നല്ല മഞ്ഞ കളർ, നല്ല ലൂസ്ലി. ഓക്കെ, എന്നിട്ട് കടുക് ഇട്ട് കൊടുത്തിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉലുവ ഇട്ട് കൊടുത്തു. ഇതെല്ലാം നെയ്യ് ഇപ്പോൾ നല്ല ഉരുക്കി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മുടെ കടുകും അതേപോലെ തന്നെ ഉലുവ ഇട്ട് കൊടുക്കുക. പൊട്ടിത്തെറിക്കുന്നുണ്ട്, അതുകൊണ്ട് ഞാൻ കുറച്ച് ദൂരെയൊക്കെയാണ്. മാങ്ങാപ്പുളിശ്ശേരിയാണ് ഇവിടെ അടിപൊളിയായിട്ട് നിൽക്കുന്നു. ഓക്കെ, അതിലേക്ക് ആൻറ്റി തന്ന കരിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് ഈ സാധനം നമ്മുടെ മാങ്ങാപ്പുളിശ്ശേരിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാം സെറ്റായി. ഓക്കെ, അപ്പോൾ നമ്മുടെ കറിയെല്ലാം സെറ്റായി നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. നല്ല മണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ചോറിൻ്റെ സ്പെഷ്യല് ഞാൻ കുറച്ച് ടേസ്റ്റ് ചെയ്ത് കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാനിങ്ങനെ ടേസ്റ്റ് ചെയ്യും. ഞാൻ ടേസ്റ്റ് ചെയ്യാം. അരവാ, സൂപ്പറായിട്ടുണ്ട്. അപ്പോൾ എൻ്റെയും ഇതാണ് നമ്മുടെ റെസിപ്പി കേട്ടോ. ഓക്കെ.